നമസ്കാരം. സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിച്ച ശേഷം നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘം തെലങ്കാനയിലെ കരിംനഗറിൽ പിടിയിലായി. 100-ലധികം ആളുകളെ ഹണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങൾ തട്ടിയ ദമ്പതികളെയാണ് കരിംനഗർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു ലോറി ഡ്രൈവർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണമാണ് വൻ തട്ടിപ്പ് സംഘത്തെ പുറത്തുകൊണ്ടുവന്നത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് പ്രതികൾ ഇരകളെ കണ്ടെത്തിയിരുന്നത്. യുവതിയുടെ ആകർഷകമായ ചിത്രങ്ങളും നഗ്നചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. ഇതിൽ ആകൃഷ്ടരായി സന്ദേശം അയക്കുന്നവരെ തന്ത്രപരമായി വീട്ടിലേക്ക് ക്ഷണിക്കും. തുടർന്ന് ഇരകളുടെ നഗ്നചിത്രങ്ങൾ രഹസ്യമായി പകർത്തിയ ശേഷം അത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായിരുന്നു ഇവരുടെ രീതി. ഒരിക്കൽ പണം നൽകിയവരെ വീണ്ടും ഭീഷണിപ്പെടുത്തി വലിയ തുകകൾ കൈക്കലാക്കും. ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ പ്രതികൾ ആഡംബര ജീവിതത്തിനാണ് ഉപയോഗിച്ചിരുന്നത്. നേരത്തെ ഇന്റീരിയർ ഡിസൈനിംഗ് ജോലികൾ ചെയ്തിരുന്ന ദമ്പതികൾക്ക് ബിസിനസ്സിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിരുന്നു. തുടർന്ന് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള മാർഗമെന്ന നിലയിലാണ് ഇവർ ഹണി ട്രാപ്പിലേക്ക് തിരിഞ്ഞത്. ഇതിനായി മാത്രം കരിംനഗറിൽ പ്രത്യേകം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തായിരുന്നു ഇവരുടെ പ്രവർത്തനം. പലരും മാനഹാനി ഭയന്നാണ് പരാതി നൽകാൻ മടിക്കുന്നത്. ഇത് മുതലെടുത്താണ് പ്രതികൾ 100-ലധികം പേരെ വലയിലാക്കിയത്. ലോറി ഡ്രൈവറുടെ ധീരമായ പരാതിയാണ് ഈ തട്ടിപ്പിന് അറുതി വരുത്തിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബിസിനസ് തകർന്നതോടെ ഇൻസ്റ്റഗ്രാമിലൂടെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഹണി ട്രാപ്പിൽ ഇരകളെ ഇവർ പിടിച്ചിട്ടിരുന്നത്. സമാനമായ കേസ് മലപ്പുറം പൊന്നാനിയിലും 2 ആഴ്ചകൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊന്നാനി സ്വദേശികളായ പട്ടമാർ വളപ്പിൽ നസീമ, ഭർത്താവിന്റെ സുഹൃത്ത് അലി എന്നിവരാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോണിലൂടെ സൗഹൃദം സ്ഥാപിച്ച യുവാവിനെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. യുവാവിനെ അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവാവിനെ വിളിച്ചു വരുത്തിയ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഇത് പുറത്തുവിടാതിരിക്കാൻ പണം ആവശ്യപ്പെടുകയായിരുന്നു. യുവാവ് 25,000 രൂപ നൽകി. തുടർച്ചയായി വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള യുവാവ് വിഷമത്തിലായി. സുഹൃത്തുക്കളോട് പണം കടം വാങ്ങാൻ തുടങ്ങി. ഒടുവിൽ സുഹൃത്തുക്കളോട് യുവാവ് സംഭവിച്ചത് തുറന്നു പറഞ്ഞു. തുടർന്ന് സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം യുവാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നസീമയും അലിയും നിരവധി പേരിൽ നിന്നും ഇത്തരത്തിൽ പണം തട്ടിയതായി കണ്ടെത്തി. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഹണി ട്രാപ്പ് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം കെണികളിൽ സാധാരണക്കാരായ നിരവധി ആളുകൾ പെടാറുണ്ട്. പണം ധാരാളമായി നഷ്ടമായാലും മാനഹാനി ഭയന്ന് പല ആളുകളും പോലീസ് കേസായി പോകാറില്ല. ഇരകളായി തന്നെ ഇവർ തുടരുകയും വർഷങ്ങളോളം പണം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരം കെണികളിൽ വീഴാതിരിക്കാൻ നിരവധി കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ പരിചയമില്ലാത്തവരിൽ നിന്ന് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകളും സന്ദേശങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം ആളുകളോട് സംസാരിക്കാതിരിക്കുക. പെട്ടെന്നുള്ള സൗഹൃദത്തിന്റെ പുറത്ത് സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോയോ കൈമാറുന്നത് അപകടകരമാണ് എന്ന കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. അമിതമായ വാഗ്ദാനങ്ങൾ നൽകിയോ നഗ്നത പ്രദർശിപ്പിച്ചോ നടത്തുന്ന വിളികൾക്ക് പിന്നിൽ വലിയ തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടായേക്കാം എന്ന് മനസ്സിലാക്കുക. കെണിയിൽ അകപ്പെട്ടാൽ പണം നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ ഉടൻ തന്നെ സൈബർ പോലീസിനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പുകളിൽ അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും.